ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈവനിങ് തൊട്ട് നൈറ്റ് വരെയുള്ള ഒരു കുട്ടി വ്ളോഗുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ വൈകുന്നേരം ആയപ്പോൾ മഴയൊക്കെ നല്ല രീതിയിൽ പെയ്യുന്നുണ്ട്. കുറേ നേരമായി ഞാൻ മഴ നോക്കിയിരിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇന്ന് കുറച്ച് തലവേദന ഉണ്ടായിന്, അപ്പോൾ അടുക്കളയിൽ കയറാൻ കുറച്ച് മടിയുണ്ടായിന്. എന്നാലും കുറച്ച് നേരം മഴത്തൊക്കെ നിന്ന് ഇതുപോലെ വെള്ളത്തിലൊക്കെ കളിച്ചതിന് ശേഷം ഞാനൊന്ന് അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മെയിനായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നൂഡിൽസ് കൊണ്ടുള്ള ഒരു ഐറ്റമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ നൂഡിൽസ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നൂഡിൽസിൻ്റെ മസാലകളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 3 സവോള അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ട് ക്യാരറ്റും അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കൂടെ എടുത്തിട്ടുണ്ട്. ചിക്കൻ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് കുക്കറിൽ നന്നായി വേവിച്ചിട്ട് ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് ഒന്ന് അടർത്തി കൊടുത്തിട്ടുണ്ട്. മിക്സിയിൽ അടിച്ചിട്ടില്ല. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു ഇലയാണ്. നമ്മൾ ബിരിയാണിക്കൊക്കെ ഇത് ചേർത്ത് കൊടുക്കലുണ്ട്. ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് റിയൻ്റെ വീട്ടിലുണ്ടായതാണ്. അപ്പോൾ ഇതാണ് മല്ലിയിലയ്ക്ക് പകരമായിട്ട് ഇവിടെ എല്ലാവരും യൂസ് ചെയ്യൽ. ഇതിൻ്റെ പേരെനിക്കറിയില്ല. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് വന്നിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നോമ്പൊക്കെ ആയത് കാരണം കുട്ടികളെ കൊണ്ടാണ് നമ്മൾ ഉപ്പൊക്കെ നോക്കിപ്പിക്കൽ. ഇനി കുറച്ച് കടലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 സ്പൂൺ കടലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. വെള്ളം ചേർക്കല്ലേ. അതുപോലെ കൈ ഉപയോഗിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ കുറച്ച് ബിരിയാണി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. എന്നിട്ട് വേവിച്ച നമ്മുടെ നൂഡിൽസും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കയ്യിൽ നന്നായിട്ട് എണ്ണയൊക്കെ പുരട്ടിയിട്ട് നമ്മുടെ ഈ മസാലയെ ബോളുകളാക്കി എടുക്കുക. ഇതുപോലെ ഉരുട്ടുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ വേഗം ഇതുപോലെ ബോളായി കിട്ടും. ഇവിടെ ഞാനിപ്പം സവോളയും ക്യാരറ്റും ഒന്നും വഴറ്റി കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതെടുക്കാം. ഞാനിവിടെ പച്ചക്കന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പുറത്ത് തന്നെ പെങ്ങൾ രാത്രിക്കേക്ക് വേണ്ട കുബൂസ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗ്യാസിലാണ് ഞങ്ങൾ 2 പേരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോൾസിനെ ഇതുപോലെ ഒരു മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രെഡ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് റസ്കിൻ്റെ ഒക്കെ പൊടി യൂസ് ചെയ്യാം. നല്ല ക്രിസ്പായിട്ടുണ്ടാവും. എന്നിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള നൂഡിൽസ് കൊണ്ടുള്ള ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മളെ ബോൾ ഉണ്ടാവൽ. എല്ലാവരുടെ വീട്ടിലും മസ്റ്റായിട്ട് ഉണ്ടാവുന്നതാണ് നാരങ്ങ വെള്ളം. അതുപോലെ തന്നെയാണ് നമ്മളെ വീട്ടിലും നാരങ്ങ വെള്ളം എന്തായാലും മസ്റ്റായാലും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഞാൻ നാരങ്ങ പിഴിഞ്ഞിട്ട് അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കേനെ. അപ്പോഴേക്കും ഉമ്മ ഇവിടെ ചക്കക്കുരു ചീരയും കൂടെ ഉണ്ടാക്കിയ കൂട്ടാൻ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് അത്തായത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പോഴേ ഉമ്മ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെങ്ങളിവിടെ ഈത്തപ്പഴം കുംസിന് വേണ്ടിയിട്ട് മിക്സ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോർമലി ഗ്യാസിലൊക്കെ ഇത് തയ്യാറാക്കുമ്പം ഏകദേശം ഒരു 40 മിനിറ്റെങ്കിലും കുക്ക് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ഉള്ളിവടക്ക് വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആക്കുന്നത് ഉള്ളിവട അല്ല കേട്ടോ, മിക്സ് അങ്ങനെ ആക്കിയെന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് മുട്ട ബോയിൽ ചെയ്തത് ഒന്ന് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഇതുപോലെ ചെറിയൊരു പീസേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇതിനെ മൊത്തത്തിൽ കവർ ചെയ്തിട്ട് ഇതുപോലെ ബോളാക്കി എടുക്കണം. പരിപ്പ് വട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ പരിപ്പ് കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ടായിന്. അപ്പോൾ അത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കണം മിക്സിയിൽ. എന്നിട്ട് അതിൻ്റെ കൂട്ടൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് പരിപ്പ് വട തയ്യാറാക്കാം. മുട്ട പുഴുങ്ങിയപ്പം കുറച്ച് മുട്ട ബാക്കി വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ മൈദപ്പൊടിയിൽ കുറച്ച് മിക്സൊക്കെ ചേർത്തിട്ട് മുട്ട ഇതുപോലെ ഒന്ന് മുക്കി പൊരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ഇതൊരു തട്ടിക്കൂട്ട് ബർഗറിനുള്ള കൂട്ടാണ്. അപ്പോൾ അത്യാവശ്യം ഉള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മയോണീസുമായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ക്യാരറ്റും അതുപോലെ സവാള പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബെന്നുണ്ടായിട്ടുണ്ട് അതിന് വീട്ടിൽ.
4 മണിക്ക് ശേഷം അടുക്കളയിൽ കയറിയാൽ പിന്നെ ഫോണൊന്നും നോക്കാൻ സമയമേ കിട്ടലില്ല. അപ്പം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് സെർവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ പ്ലേറ്റിലാക്കിയിട്ടാണ് സെർവ് ചെയ്യൽ. ഈത്തപ്പഴം എന്തായാലും മസ്റ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈത്തപ്പഴം പോള. പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ ഇല്ലാണ് ഏറ്റവും കൂടുതൽ അടിയുണ്ടാകുന്ന ഒരു ടൈമാണ് കുട്ടികൾക്കിടയിൽ. അപ്പോൾ ഇതുപോലൊരു പായൊക്കെ വിരിച്ചിട്ടാണ് ഞങ്ങളിത് സെർവ് ചെയ്യൽ. സാധനമൊക്കെ കൊണ്ടുവച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപാട് തന്നെ ബാങ്ക് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഇതുപോലെ കുട്ടികളും ഞാനും ഉമ്മയും എല്ലാവരും കൂടെ വട്ടത്തിലിരുന്നിട്ടാണ് നോമ്പൊക്കെ മുറിച്ചത്. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ റൂമിലേക്ക് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ മഗ്‌രിബൊക്കെ നിസ്കരിച്ച് കുറച്ച് നേരം ഖുർആനൊക്കെ ഓതി പിന്നെ കുറച്ച് നേരം ഞാൻ എൻ്റെ റൂമിലൊക്കെ ഇരുന്നു. എന്നിട്ട് താഴത്തോട്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വന്ന് അപ്പോൾ ഇവിടെ കുബൂസും അതുപോലെ ചിക്കനുമാണ് ആക്കിയിട്ടുണ്ടായിന്. ഇതൊക്കെ ഉമ്മാൻ്റെയും പെങ്ങളെയും പണിയാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും എന്തെങ്കിലും കടികളൊക്കെ ഉണ്ടാക്കലാണ്. ഇതിലൊന്നും ഞാൻ അങ്ങനെ നോക്കലില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെ കറണ്ട് പോയിട്ടുണ്ടായിന്. അപ്പോൾ ലൈറ്റൊക്കെ കത്തിച്ചിട്ടാണ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചത്. ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കറണ്ടൊക്കെ വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് നേരെ എൻ്റെ റൂമിലേക്ക് പോയി. ഇനി അവിടെയാണ് കുറച്ച് പരിപാടികൾ. അപ്പോൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇതുപോലെ ബെഡൊക്കെ ഒന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ പൊതുവേ ഉറങ്ങാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ യൂട്യൂബിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുത്തിക്കുറിച്ച് ഇരിക്കും. കുറേ നേരം ഇങ്ങനെ ഇരിക്കും. പിന്നെ മെയിനായിട്ട് ഞാൻ നൈറ്റിൽ വിറ്റാമിൻ സി സിറം അപ്ലൈ ചെയ്യലുണ്ട്. നമ്മുടെ പിമ്പിൾസിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. ഞാനിത് ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിന് 500 സംതിങ് രൂപയായിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ര ഓർമ്മയില്ല. അപ്പോൾ ഞാനിത് ഡെയിലി അപ്ലൈ ചെയ്യാറുണ്ട് ഫേസിൽ. എന്നിട്ട് ഞാൻ കിടക്കാറുള്ളൂ. ഇപ്പം സമയം ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ട്. ഞാനൊരു 1 മണിയൊക്കെ ആകുമ്പോഴാണ് കിടക്കൽ. അപ്പം എൻ്റെ റിയ വിളിച്ചു കേട്ടോ. ഈ സമയത്താണ് വിളിക്കൽ. അപ്പോൾ റിയനോട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. രാത്രിയാണ് കൂടുതലും റിയ വിളിക്കൽ. പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കിയിരിക്കും. യൂട്യൂബ്, വാട്സപ്പ് അങ്ങനെയൊക്കെ കുറച്ച് നോക്കിയിരിക്കും. അപ്പോഴേക്കും എനിക്ക് നല്ല ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.